നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് എല്ലാ ഏരിയകളിലും ചെയ്തു കൊടുക്കേണ്ടത്. മേജറായിട്ട് വയറിങ് പാസ് ചെയ്യുന്ന എല്ലായിടത്തും ഈ ഒരു റാറ്റ് റിപ്പലൻ്റ് മെറ്റീരിയൽ നമുക്ക് ചെയ്തു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു ഹാൻഡ് ഗ്ലൗ നിങ്ങൾ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഇത് കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വെറുതെ നമ്മൾ അതിനൊന്നും മെനക്കെടണ്ട. എലീനെ കൊല്ലാൻ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ നമ്മളെ കൊല്ലുന്ന അവസ്ഥ വരാൻ പാടില്ലല്ലോ. ഒരു തമാശ പറഞ്ഞാണ്. ഇത് നമ്മളെ അത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ പോലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഇടുന്നത് നല്ലതാണ്. നമ്മൾ ഗ്ലൗ ഇട്ടു. എന്തായാലും കൊറോണയൊക്കെ ഉള്ള സമയമാണ്, അപ്പം മാസ്ക് ഇടുക. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ സ്പ്രേ ടൈമിൽ നമുക്കിത് വെറുതെ ശ്വസിക്കേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സേഫ്റ്റി ഫസ്റ്റ്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും സേഫ്റ്റീൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വണ്ടി ഏകദേശം പക്ക ക്ലീൻ ആൻഡ് നീറ്റായിട്ട് റെഡി ആയിരിക്കുകയാണ്. ആക്ച്വലി ഇത് നമ്മളെ ഒരു പോളിഷിംഗ് വർക്കിന് വേണ്ടി വന്ന വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും പുള്ളി ചെയ്തോന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഇത്തരം ഒരു സംവിധാനത്തിൽ ഇതിൻ്റെ വയറിങ് കാര്യങ്ങൾ, ഇതിൻ്റെ ബാറ്ററിയിൽ നിന്നുള്ള മറ്റ് കണക്ഷൻസ്, ഇതിൻ്റെ ഫ്യൂസിലേക്കുള്ള കണക്ഷൻസ്, അത് മൊത്തം വയറിങ് കിറ്റിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. വയറിങ് കിറ്റ് മാറ്റുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5000 10,000 മതിയാവാത്തൊരു കേസാണ്. എന്തെന്നായാലും നിങ്ങൾക്ക് 50,000 മേലോട്ടാണ്. എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ ഷോപ്പിൽ വരുന്ന മറ്റ് കസ്റ്റമേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് വയറിംഗ് കിറ്റ് എലി കടിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ കാര്യങ്ങൾ. നിങ്ങൾ കമ്പനിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും അവർ വയറിംഗ് കിറ്റ് മൊത്തത്തിലേ മാറ്റാൻ പറയുള്ളൂ. അല്ലാതെ മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് ടെക്നിക്കലി എനിക്കും ഭയങ്കര ഐഡിയ അല്ല. എന്തായാലും നമുക്ക് നല്ല ബഡ്ജറ്റ്, നല്ല പൈസ ചിലവുള്ളൊരു കാര്യമാണ് ഈ വയറിംഗ് കിറ്റൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊന്നും മുതിരണ്ട. ഇത്തരത്തിലുള്ളൊരു സാധനം നിങ്ങളെ കയ്യിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കംപ്ലീറ്റ് ക്ലീൻ ആയ ഒരു എഞ്ചിൻ ബേയിലേക്കും വേണമെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് അണ്ടർ ബോഡിയിലുള്ള ഈ വയറിംഗ് കിറ്റ് പോകുന്നിടത്തൂടെ ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു എലികളിൽ നിന്ന് മറ്റ് അങ്ങനത്തെ ഈ വയറിംഗ് കടിച്ച് തിന്നാൻ സാധ്യതയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു റിപ്പലൻ്റ് ആയിട്ട്, റാറ്റ് റിപ്പലൻ്റ് എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ പേര് തന്നെ. ഈ ഒരു വിസ്റ്റ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ഈ സാധനം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റാറ്റ് റിപ്പലൻ്റ് ശരിക്കും നമ്മൾ ഈ ഒരു ചെറിയ ബോട്ടിൽ ഇതിന് 300 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇത് ഏകദേശം 100 ml ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു വലിയ ടൈപ്പ് ബോട്ടിലും കൂടെ വരുന്നുണ്ട്. ആ സമയത്ത് റേറ്റ് ഇച്ചിരി കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, അതായത് 100 ml 200 ml ഒക്കെ വരുന്ന സമയത്ത് റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു 300 റുപ്പീസിന് വർത്താണെന്ന് തന്നെ പറയാം. അത്രയും റിസൾട്ടും അത്രയും നമുക്ക് ഗുണങ്ങളും കിട്ടുന്നൊരു സാധനമാണിത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് കടക്കാം. ജസ്റ്റ് ഇതെടുക്കുന്നു, നമുക്ക് മേജറായിട്ട് വയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. വണ്ടി നന്നായിട്ട് എൻജിൻ ബേ നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം എന്നുള്ളതാണ് ആകെയുള്ളൊരു കണ്ടീഷൻ. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് എല്ലാ ഏരിയകളിലും ചെയ്തു കൊടുക്കേണ്ടത്. മേജറായിട്ട് വയറിങ് പാസ് ചെയ്യുന്ന എല്ലായിടത്തും ഈ ഒരു റാറ്റ് റിപ്പലൻ്റ് മെറ്റീരിയൽ നമുക്ക് ചെയ്തു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരു ചെറിയ സ്മെല്ലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മാസ്ക് ഇടാൻ തന്നെ പറയുന്നത്. കാരണം ഇത് വെറുതെ വായിക്കകത്തൊക്കെ പോയിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. മാസ്ക് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം മൂക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികളൊന്നും അടുത്തിരുത്തിക്കൊണ്ട് നിങ്ങളിത് ചെയ്യാൻ പാടില്ല. എല്ലാവരും വാങ്ങി വെക്കുന്നത് നല്ലതാണ്. വിസ്ത എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. വിസ്തയുടെ ഒരുപാട് പ്രൊഡക്ട്സ് അല്ലാതെയും വരുന്നുണ്ട്. നമ്മളെ സ്റ്റോറിൽ റെഡിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്ര പ്രൊഡക്റ്റ് വേണമെങ്കിലും നമുക്ക് കൊറിയറായിട്ട് എവിടേക്കും കേരളത്തിൽ എവിടേക്കും അയച്ചു തരാനും പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.